ഈ സിനിമയുടെ ഒരു പ്രത്യേകത എനിക്കുന്നത് എല്ലാവർക്കും ഒരു റോ സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഒരു മനോഹരമായതല്ല, ഡാർക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. നോർമൽ നമ്മുടെ സിനിമ കാണുമ്പോൾ ചിലർക്ക് ഡാർക്കും ചിലർക്ക് വൈറ്റും ആണ്. അപ്പൊ എല്ലാ ക്യാരക്ടേഴ്സും ഡാർക്കും വൈറ്റും ആയിട്ട് നിൽക്കുന്നത്, ഡാർക്കും വൈറ്റും ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നപ്പോ ഇതാണോ ഇച്ചിരി അട്രാക്ട് ചെയ്തത്? തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ പോലീസ് കഥാപാത്രങ്ങള് കുറെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ വന്നപ്പോഴും ഞാൻ ശരത്തിനോട് പറഞ്ഞു, പോലീസ് ആണെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ട്രൈ ചെയ്യുന്നതല്ലേ നല്ലത്, ഞാൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സിനിമയ്ക്ക് എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇതൊന്നും കഥയൊന്നും കേൾക്ക് അങ്ങനെ പറഞ്ഞാണ് ശരത്ത് ഈ സിനിമയുടെ കഥ പറയാൻ വേണ്ടി വന്നത്. പക്ഷെ കഥ പറഞ്ഞു കഴിയുമ്പോൾ ഏതൊരു ആക്ടറും ആഗ്രഹിച്ചു പോകുന്ന, കൊതിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ജോർജ് എന്ന് പറയുന്നത്. താങ്കളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പല പല ഷെയ്ഡ്സിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഈ എല്ലാ പോലീസുകാരും ഒരിക്കലും വില്ലന്മാരല്ലല്ലോ. അവരവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരൊരു പക്ഷേ ചിലപ്പോൾ കുറച്ച് റൂഡാവാം, കുറച്ച് സോഫ്റ്റ് ആയിട്ട് ചിലപ്പോൾ അവർ ബിഹേവ് ചെയ്തേക്കാം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ജോർജിന്റെ ക്യാരക്ടർ. ഇദ്ദേഹം ജോലിയിൽ വളരെയധികം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ വരുമ്പോൾ ഇദ്ദേഹത്തിന് അപ്പനുണ്ട്, ഇദ്ദേഹത്തിന്റെ ചേട്ടനുണ്ട്, ചേട്ടന്റെ ഫാമിലി ഉണ്ട്, അനിയനുണ്ട്, ഇദ്ദേഹത്തിന്റെ ഫാമിലി ഉണ്ട്. അവിടെ എല്ലാം ഇദ്ദേഹം വളരെ സോഫ്റ്റ് പേഴ്സൺ ആണ്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതാണ്. അതുകൊണ്ടാണ് പല പല ഷെയ്ഡ്സിലൂടെ പോകുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒരു ആക്ടറെ സംബന്ധിച്ച് വളരെയധികം ചലഞ്ചിങ് ആണ് അതുപോലത്തെ ഒരു ക്യാരക്ടർ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ വന്നപ്പം ഒരു സംശയം തോന്നിയില്ല, ഇത് ചെയ്യണോ വേണ്ടയോ എന്നൊരു നിമിഷം പോലും ചിന്തിക്കേണ്ടി വന്നില്ല. ഫസ്റ്റ് ലൈൻ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരത്തിനോട് പറഞ്ഞു, ശരത്ത് ഞാൻ ഇന്നാണ് എന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ച് അതിന് മറുപടി കുട്ടേട്ടൻ, പോത്തൻ, അതുപോലെ ഹേമന്ത്, സെറിൻ, ലെന എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പിന്നെ നമുക്കൊരു ഡൗട്ടിന്റെ ആവശ്യമുള്ളൂ. ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളുമുള്ള ഒരു സിനിമയാണ് ആസിഫിന്റെ ഉസിഫ് എന്ന് അന്നും തോന്നിയിരുന്നു, ഇന്നിപ്പോ തിയേറ്ററിൽ കണ്ടപ്പോഴും തോന്നിയിരുന്നു. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്.